പറയുന്നത് അങ്ങനെ തന്നെയാണ്. ശിവപുത്രന്റെ ജനനം ദേവന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ നീ ശിവപുത്രനാണെങ്കിൽ കൈലാസത്തിൽ വസിക്കാതെ ഈ നക്ഷത്രലോകത്തിൽ എന്തുകൊണ്ട്? ദേവർഷി നാരദന്റെ വാക്കുകളിൽ വിശ്വാസം വരുന്നില്ല. ദേവർഷി നാരദന്റെ വചനങ്ങളെ അവിശ്വസിക്കുന്ന വ്യക്തി സ്വയം ഒരിക്കലും വിശ്വാസയോഗ്യനാകുന്നില്ല. ബാല സ്വന്തം സീമ ലംഘിക്കുന്നത് ശരിയല്ല. അത് താങ്കൾ ചെയ്തു കഴിഞ്ഞല്ലോ. അതല്ലേ നക്ഷത്ര ലോകത്തിൽ വന്നത്? അന്യരെ ഉപദേശിക്കുന്നയാൾ സ്വയം ബുദ്ധിഹീനനാണെന്നോ? നിന്റെ വാണിയിൽ ജ്വാലയാണ്. അത് തന്നെയാണ് തെളിവ്, ശിവപുത്രനാണെന്ന്. നാം ആ തെളിവ് മാനിക്കുന്നില്ല. എന്നാൽ തിരിച്ചു പോകൂ സ്വന്തം സ്വർഗത്തിലേക്ക്. ആരും താങ്കളെ ക്ഷണിച്ചില്ലല്ലോ തെളിവ് കണ്ടുപിടിക്കുവാനായിട്ട്. ഞാൻ പോകുന്നു. ആദ്യം നിന്റെ അഹംഭാവത്തിന് ശിക്ഷ നൽകട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇന്ദ്ര, സൂക്ഷിച്ചോ ഇന്ദ്ര. ആരുമൂലം താങ്കൾക്കും ദേവന്മാർക്കും മംഗളം സംഭവിക്കുമോ അവൻ ജന്മമെടുത്തു കഴിഞ്ഞു. അവനെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ? ശിവപുത്രൻ കാർത്തികേയനോട് എതിർക്കരുത്, അന്യഥാ താങ്കളുടെ സർവശക്തികളും നഷ്ടമാകും. സമയം അടുത്തു കഴിഞ്ഞു. ഇവൻ മൂലം നിങ്ങൾക്ക് മംഗളം വരും. ക്ഷമിക്കണേ കുമാര കാർത്തികേയ, ക്ഷമിക്കണേ. തെറ്റിദ്ധരിച്ച് ഞാൻ അപരാധം ചെയ്തു. ഞാൻ അങ്ങയോടും അങ്ങയുടെ പിതാവ് ഭഗവാൻ പരമശിവനോടും ക്ഷമയാചിക്കുന്നു. അങ്ങ് ക്ഷമിച്ചാലും. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാൻ വിശ്വനാഥൻ ശിവശങ്കരൻ ജയിക്കട്ടെ. ഭഗവാൻ ശിവശങ്കരനും ദേവി പാർവതിയും ജയിക്കട്ടെ. ഓം നമഃ ശിവായ. 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 പതി പരമേശ്വരായ നമോ നമഃ. കരത്തിൽ പുഷ്പം, മനസ്സിൽ പ്രേമഭാവം, പക്ഷെ മുഖത്ത് വിഷാദം എന്താണ് ദേവി? ഞാൻ അസ്വസ്ഥയല്ല സ്വാമി. ഒരു ശുഭവാർത്ത കേൾക്കൂ, ഇനിയും സന്തോഷിക്കൂ. എന്ത് വാർത്തയാണ് സ്വാമി? ഏത് പുത്രനെ ലഭിക്കാനായി നീ വർഷങ്ങളായി കൊതിക്കുന്നുവോ അവൻ 10 വയസ്സുള്ള കുമാരനായി കഴിഞ്ഞു. എന്റെ പുത്രൻ? എന്റെ? അതെ ദേവി, നിന്റെ പുത്രൻ. അവന് 10 വയസ്സ് പൂർത്തിയായി ദേവി. മതി. പ്രതികൂല പരിതസ്ഥിതിയിൽ എന്റെ പുത്രൻ ജനിച്ചെന്നോ ഞാൻ അതറിഞ്ഞില്ലെന്നോ? പക്ഷെ അങ്ങ് എന്നോട് പറഞ്ഞില്ലല്ലോ നമ്മുടെ പുത്രന് 10 വയസ്സോ? എന്തൊരന്യായം ഒരു മാതാവിനോട്. ശാന്തയാകൂ ദേവി, ശാന്തയാകൂ. നിന്റെ മനസ്സിലെ വ്യഥ ഞാൻ മനസ്സിലാക്കുന്നു. നീയും അപ്പോഴത്തെ പരിതസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് കാരണം ഈ അപ്രിയ സംഭവം നടന്നു. അങ്ങ് സർവശക്തി സമ്പന്നനാണ്. അങ്ങയുടെ സമീപവും ഈ അപ്രിയ സംഭവം എന്തുകൊണ്ട് നടന്നു സ്വാമി? സർവശക്തിമാൻ കൂടി പ്രകൃതിയുടെ സൂക്ഷ്മ നിയമത്തിനാൽ ബന്ധിതനാണ്. ഏതായാലും ശിവപുത്രന് 10 വർഷങ്ങളോളം 6 കാർത്തികമാരുടെ മാതൃത്വവും വാത്സല്യവും പൂർത്തിയാക്കേണ്ടിയിരുന്നു.
അങ്ങനെ ലോകം അവനെ കാർത്തികേയൻ എന്ന നാമത്തിൽ ആരാധിക്കും. ആശ്ചര്യം അതല്ല സ്വാമി, എനിക്ക് ഈ സത്യത്തെക്കുറിച്ച് അറിവുണ്ടായില്ലല്ലോ. എങ്ങനെ അറിയാനാ? നീ അന്ന് ക്രോധാവേശത്താൽ ദേവന്മാരെ ശപിക്കുകയായിരുന്നു. അന്ന് നീ കോപാവേശത്താൽ ദേവന്മാരെ ശപിച്ചില്ലേ? അതിനു മുൻപ് ഞാൻ ഭവനത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കബോധ രൂപം ധരിച്ച അഗ്നിദേവൻ ശിവതേജസ് ഏറ്റുവാങ്ങിയിരുന്നു. തേജസ്സിന്റെ ജ്വാലയിൽ തപിച്ച അഗ്നി അതിനെ ഗംഗയുടെ ശീതള പ്രവാഹത്തിലൊഴുക്കി. ഗംഗാപ്രവാഹത്തിലൂടെ നീങ്ങിയ തേജസ് ഗംഗയിൽ സ്നാനം ചെയ്തിരുന്ന 6 കന്യകമാരിൽ പ്രവേശിച്ചു. അരുന്ധതിയുടെ ഉപദേശമനുസരിച്ച് അവർ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ശിവതേജസ് വീണ്ടും ജലപ്രവാഹത്തിൽ സഞ്ചരിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ശരവണപ്പൈകയുടെ തീരത്ത് പുത്രൻ കാർത്തികേയനായി ജനിച്ചത്. അങ്ങയുടെ കഥയും പുത്രന്റെ കഥയും ഞാൻ കേട്ടറിഞ്ഞു. പക്ഷേ ഇനി എന്താണ് പ്രശ്നം? ഞാനും എന്റെ പുത്രനും എത്ര അകലെയാണ്, എത്ര താമസമുണ്ട്? എന്നായിരിക്കും മാതാവും പുത്രനും സന്ധിക്കുക? ഉടനെ ഉണ്ടാകും ദേവി. പ്രതീക്ഷയുടെ സമയം അവസാനിച്ചു. പ്രതീക്ഷിച്ചിരുന്നതും അങ്ങ് മാത്രമാണ്. എനിക്ക് അതിനുകൂടി അങ്ങ് അവസരം തന്നില്ല. പറഞ്ഞാലും എപ്പോൾ ലഭിക്കും എന്റെ പുത്രനെ? അവനില്ലാത്ത ഓരോ നിമിഷവും യുഗമായി തോന്നുന്നു. പുത്ര നന്ദി, കൽപ്പിച്ചാലും പ്രഭോ. ഗണങ്ങളെയും കൂട്ടി നക്ഷത്രലോകത്തേക്ക് പോകൂ. കാർത്തികമാർക്ക് എന്റെ സന്ദേശം നൽകണം. കുമാരൻ കാർത്തികേയനെ വേഗം ഇവിടെ എത്തിക്കണം. അങ്ങയുടെ കൽപ്പന നിറവേറ്റപ്പെടും സ്വാമിൻ. എങ്ങനെയിരിക്കും എന്റെ പുത്രൻ? അവൻ അമ്മയെ ഓർക്കുന്നുണ്ടാകുമോ? ഈ ലോകത്തിലെ ഒരു മാതാവും നൽകാത്ത അത്ര സ്നേഹം ഞാൻ അവന് നൽകും. എന്റെ പുത്രൻ, എന്റെ കാർത്തികേയൻ. ഓം നമഃ ശിവായ. 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 ഓം നമഃ
ശിവായ.